ഈ ഒരു പുഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ആരും പറയാൻ സാധ്യതയില്ല. അത്രക്ക് ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വലിയൊരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എടുത്താൽ മതിയാവും. ഇനി ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. ഗ്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചെറുതായ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്താലും മതിയാവും. ഇനി ഒരു പാനിൽ 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാല് പെട്ടെന്ന് വറ്റിപ്പോവുകയും ചെയ്യും. ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടുകയില്ല. പിന്നെ നമ്മൾ കുറച്ച് പാലല്ലേ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അളവിൽ പാലെടുത്താൽ മതിയാവും. ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വരും. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് വലിയ ബ്രെഡ് ആയതുകൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത്. ചെറിയ ബ്രെഡ് ആണെങ്കിൽ ഒരു 6 വരെയെല്ലാം എടുക്കാം. ഇനി ഇതിൻ്റെ അരുകല ഇതുപോലെ ഒന്ന് മുറിച്ച് മാറ്റി വെക്കാം. ഇതുപോലെ അരുകല മുറിച്ച് മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൂടി മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രേന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ബ്രെഡ് നമുക്ക് മുറിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇടയ്ക്ക് ഇതൊന്ന് അടപ്പ് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. 10 മിനിറ്റ് ഒരേപോലെ വെക്കാണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെയും മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരേപോലെ വെച്ച് കഴിഞ്ഞാൽ പാലായതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തണുക്കൊന്നും വേണ്ട. നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കാൻ പാകത്തിന് ചൂടാറിയാൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. വേവിച്ചതായതുകൊണ്ട് പെട്ടെന്ന് ഇതുപോലെ അരച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ക്യാരറ്റ് വേവിച്ച അതേ പാത്രത്തിൽ തന്നെ 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 250 ml 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ചെടുത്താൽ മതി. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ എടുത്താലും മതി. കൂടുതലായി പോയി കഴിഞ്ഞാൽ പാല് ഒരുപാട് തിക്കായി പോകും. അതുകൊണ്ട് കുറച്ച് മാത്രം എടുക്കാം. ഇത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് ഇതുപോലെ കലക്കിയെടുക്കാം. അപ്പോഴേക്കും പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് മാറ്റി വെക്കാം. ഒരു 1/4 ഭാഗം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് മുഴുവൻ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് തിളച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് ഇത് മിക്സായി കിട്ടും. കൈവിടാതെ തന്നെ ഇത് പെട്ടെന്നൊന്ന് മിക്സാക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതൊന്ന് തിളച്ചിട്ട് കുറുകി പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തപ്പോഴേ ഇത് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്തതുകൊണ്ട് പെട്ടെന്ന് തിക്കായിട്ട് വരും. അതുകൊണ്ട് പെട്ടെന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേ എടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ട്രേൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ബ്രെഡ് ഇഷ്ടമുള്ളതുപോലെ മുറിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് കസ്റ്റേർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ബ്രെഡ് നന്നായിട്ട് കുതിർന്ന് വരാൻ പാകത്തിന് ഇതുപോലെ നിറച്ചു തന്നെ ഒഴിച്ചു കൊടുക്കാം.
ഇതുപോലെ നന്നായിട്ട് ഫില്ലാകുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടുത്ത ലെയറായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ പിന്നെയും നമ്മളെ കസ്റ്റാർഡിൻ്റെയും ക്യാരറ്റിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീമിൻ്റെയും കസ്റ്റാർഡിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെയായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതാണെന്ന് വെച്ചാൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ബദാമോ പിസ്തിയോ കാഷ്യൂ നട്ട്സോ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട്. കുറഞ്ഞത് ഒരു 2-3 മണിക്കൂറെങ്കിലും വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. സ്പൂൺ കൊണ്ട് കോരിയെടുത്താലും മതിയാവും. പക്ഷെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ഷേപ്പിൽ തന്നെ നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റും. നമ്മളെ ക്യാരറ്റ് ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്